ഈ അധ്യായത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. തുയറത്തിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ശകുനം നോക്കുന്നതിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യമാണ് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സ്ഥിരപ്പെട്ട ഹദീസുകളിലും പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യമാണ് നമ്മൾ പരിശോധിച്ചു വന്നത്. അതിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതാനും ആയത്തുകളും അതുപോലെ തന്നെ ചില ഹദീസുകളും ചേർത്തതിനു ശേഷം അതിലെ മസായിലുകൾ തഹ്രീർ ചെയ്തു. ഫീഹി മസായിൽ, ഇതിൽ കുറച്ച് മസ്അലകളുണ്ട്. ആ മസ്അലകളിൽ ഒന്നാമത്തേത് അത്തംബീഹു അലാ ഖൗലിഹി അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് മഅ ഖൗലിഹി ത്വാഇറുക്കും മഅക്കും. രണ്ട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഖിയറത്തിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള രണ്ട് വചനങ്ങൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് തെളിവിനായി ഉദ്ധരിക്കുകയുണ്ടായി. ഒന്നാമത്തേത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് എതിരാളികൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അത് ഉദ്ധരിക്കുന്നിടത്താണ് അള്ളാഹു പറയുന്നത്, എന്തെങ്കിലും നേട്ടങ്ങൾ അവർക്ക് വരികയാണെങ്കിൽ അത് അവരുടെ യോഗ്യത കൊണ്ട് കൈവന്നതാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ അവരെ ബാധിക്കുകയാണെങ്കിൽ ആ ദോഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കൂടെ ഉള്ളതിനാലുള്ള ശകുനമാണ്, ദുശകുനമാണ് എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്. അറിയുക, അലാ അറിയുക. അലാ എന്നുള്ളത് ഇസ്മു ഫിഅലാണ്. ബിമഅന ഇഅ്ലമു, അതിന്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നാണ്. ഇന്നമാ ത്വാഇറുഹും, നിശ്ചയമായും അവരുടെ ത്വാഇർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവർക്ക് കണക്കാക്കിയിട്ടുള്ള വിധി, അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളുണ്ടാകും, അവരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളുണ്ടാകും. സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും ക്ഷേമമായിരുന്നാലും ക്ഷാമമായിരുന്നാലും അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. ഒരു മനുഷ്യന് കണക്കാക്കപ്പെട്ട കാര്യമാണത്. അവന്റെ മഖാദീറുകൾ മുഴുവനും മുൻകൂട്ടി കണക്കാക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് അല്ലാഹു മുൻനിർണയം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, മുഴുവൻ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ത്വാഇർ, അവരുടെ മഖാദീറുകൾ, അവരുടെ യോഗഭാഗ്യങ്ങൾ അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. ഒരു ക്ഷാമം അവർക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു മുൻനിർണയം ചെയ്തതു പ്രകാരം മാത്രമാണ്. അവർക്ക് ക്ഷേമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു മുൻനിർണയം ചെയ്തത് അവൻ നടപ്പിലാക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ കാര്യം ആദ്യമേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഒരു ശങ്കക്കുമിടമില്ലാത്ത വിധം ഇവിടെ പരാമർശിക്കുകയാണ് ചെയ്തത്. ഈ കാര്യം ഉണർത്തി സൃഷ്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊന്നും, ഹൈറാകട്ടെ ഷർറാകട്ടെ, അത് മുഴുവനും അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അല്ലാഹു മുൻനിർണയം ചെയ്തതാണ്. അവന്റെ മശിയത്ത്, അവന്റെ വേണ്ടുക പ്രകാരം സംഭവിക്കുന്നതും പുലരുന്നതും മാത്രമാണ് എന്നുള്ള കാര്യം ആദ്യമായി പറഞ്ഞു. അതിന് ശേഷം സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള വചനം അതിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. സൂറത്തു യാസീനിലുള്ള വചനം ഖൗലുഹു മഅ ഖൗലിഹി ത്വാഇറുക്കും മഅക്കും. നിങ്ങളുടെ ത്വാഇർ, നിങ്ങളുടെ ഗുണവും നിങ്ങൾക്കുണ്ടാകുന്ന ഗുണവും ദോഷവും, ക്ഷേമവും ക്ഷാമവും, സുഖവും ദുഃഖവും, സന്തോഷവും സന്താപവും, ജീവിതത്തിന്റെ രണ്ടവസ്ഥകളും അത് മഅക്കും, നിങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ കാര്യം മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന് നേരത്തെ പറഞ്ഞു, പിന്നെ പറയുന്നു നിങ്ങളുടെ കൂടെ തന്നെയാണത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അഥവാ നിങ്ങൾക്ക് അല്ലാഹു ഒരു ഹൈറ് നൽകുന്നുണ്ടെങ്കിൽ അത് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്.
നിങ്ങൾക്ക് അല്ലാഹു ഒരു ശർറ് വരുത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുകയും അവന്റെ കൽപ്പനാവിലക്കുകൾ മാനിക്കുകയും അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് മുവഹ്ഹിദുകളും മുഖ്ലിസുകളുമായി ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറുമീന ഖൈർ നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശർറ് വരികയാണെങ്കിൽ ആ ശർറിന് കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ് അതിന് കാരണം. അതിനാൽ ഒരു മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ള നന്മ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ മനസ്സിലാക്കണം, അള്ളാഹുവിന് ശുക്ർ നടത്തുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അത് ഞാൻ ചെയ്തു പോരുന്ന നന്മകൾ കാരണത്താൽ അള്ളാഹു എനിക്ക് നൽകുന്നതാണ്. ആ നന്മ ഞാൻ ചെയ്തു പോരുന്ന നന്മകൾ വീഴ്ച വരാതെ അതിൽ തുടരുവാനും അത് വർദ്ധിപ്പിക്കുവാനും അയാൾ ഹിർസ് പുലർത്തേണ്ടതാണ്. മറിച്ച് തനിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു തിന്മ ബാധിക്കുകയാണെങ്കിൽ സലഫുകൾ ചെയ്തതുപോലെ സ്വന്തത്തിലേക്ക് തിരിയുകയാണ് വേണ്ടത്. എവിടെയാണ് തനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്, ഞാൻ എവിടെയോ ഒരു അബദ്ധത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു, ആ അബദ്ധം കണ്ടെത്തുകയും അത് തിരുത്തുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനവിഭാഗത്തിന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന നിഅമത്ത് അവരിൽ നിന്ന് എടുത്തു മാറ്റുകയില്ല. അവരുടെ ജീവിത നിലപാടുകൾ അവര് നല്ല നിലക്ക് ജീവിക്കുമ്പോൾ ആ ജീവിത നിലപാടുകളിൽ അവർ വീഴ്ച വരുത്തുന്നത് വരെ അവരിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, ആ ജനവിഭാഗത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ നിഅമത്ത് അള്ളാഹു എടുത്തു കളയുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ ഞാൻ എവിടെയോ പിഴച്ചിരിക്കുന്നു, എവിടെയാണ് ആ പിഴവ് അത് കണ്ടെത്തി തിരുത്തുകയാണ് ചെയ്യേണ്ടത്. രണ്ടായത്തും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അള്ളാഹു മനുഷ്യർക്ക് നന്മയും തിന്മയും നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്മ വരുന്നതും നമ്മുടെ ജീവിതത്തിൽ തിന്മ വരുന്നതും അള്ളാഹു തരുന്നത് കൊണ്ടാണ്. ഒരു പക്ഷി വലത്തോട്ട് പായുന്നതോ അല്ലെങ്കിൽ ഇടത്തോട്ട് പായുന്നതോ കൊണ്ടല്ല, അത് അള്ളാഹു മുൻനിർണയം നടത്തുകയും അവന്റെ മശീഅത്ത് പ്രകാരം അവന്റെ വേണ്ടുക പ്രകാരം ആ കാര്യം അവൻ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതിനാൽ മാത്രമാണ്. അള്ളാഹു അങ്ങനെ ഒരു നന്മയും തിന്മയും നമുക്ക് തരാനുള്ള കാരണമെന്ത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമപരമായി തരുന്നവനാണോ? അല്ല, ഒരിക്കലുമല്ല. മറിച്ച് ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ഈ മഖാദീറിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ നന്മയുണ്ടാകുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്തു തരും. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള നിഅമത്തുകൾ നാം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. മറിച്ചാണെങ്കിലോ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദി കെട്ടവരാവുകയാണെങ്കിൽ എന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വളരെ കഠിനതരമായിരിക്കും എന്നുമാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് കാര്യം രണ്ടായത്തുകളിൽ നിന്നുമായി നമുക്ക് സുതരാം വ്യക്തമാകുന്നതാണ്. ഇത് നേരത്തെ ജസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ മസ്അല. രണ്ടാമത്തേത് അൽ മസ്അലത്തു സാനിയത്ത് നഫിയുൽ അദ്വ. രോഗം, ഒരാൾക്ക് രോഗം ബാധിക്കുന്നത് രോഗമുള്ള മറ്റൊരാൾ ആ രോഗം കൊടുക്കുകയല്ല. ഒരാൾക്ക് രോഗം ബാധിക്കുന്നത് മറ്റൊരാൾ രോഗം കൊടുക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ ഒരു പകർച്ച രോഗം പകരുന്ന ഒരു വിശ്വാസം ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അത് മുജറദു സബബ്, ചില രോഗങ്ങൾ അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിന് കാരണമായി തീരും. അല്ലാതെ ഒരു രോഗി മറ്റൊരാൾക്ക് രോഗം കൊടുക്കുന്നില്ല. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം അള്ളാഹുവാണ് രോഗം കൊടുക്കുന്നത്, അള്ളാഹുവാണ് ആരോഗ്യം നൽകുന്നത് എന്ന കാര്യത്തെ അവർ മറക്കുകയും രോഗം കൊടുക്കുന്നത് രോഗിയാണ് എന്നുള്ളിടത്തേക്ക് അവർ കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്തിരുന്നു. ആ വിശ്വാസത്തെയാണ് ലാ അദ്വ എന്ന് പറയുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷേധിച്ചത്. ഇല്ല, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം വരില്ല. രോഗം ഒരാൾക്കുണ്ടാകണമെങ്കിൽ അത് അല്ലാഹു നിർണയിച്ച് അവൻ തീരുമാനിച്ച് നടപ്പിലാക്കുക തന്നെ വേണം. അങ്ങനെ രോഗം വരുന്നതിന് പല കാരണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് ചില പ്രത്യേക രോഗങ്ങളുള്ള ആളുകളുമായി ഇടപഴകുന്നത്. ആ പ്രത്യേക രോഗങ്ങളുള്ള ആളുകളെ
ശർറ് സൂക്ഷിക്കുന്ന അസ്ബാബുകൾ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു ഉദാഹരണം പറയുമ്പോൾ വ്യക്തമായി മനസ്സിലാകും. മഴ പെയ്തു. മഴ പെയ്യുമ്പോൾ ആ മഴ ലഭിച്ച ആളുകളിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവരുമുണ്ട്. ആരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന് നന്ദി കാണിക്കുകയും ചെയ്യുന്നവർ? ആ മഴ ലഭിച്ചത് അള്ളാഹുവിന്റെ ഫള് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്നുച്ചരിക്കുന്നവനാണ്, പറയുന്നവനാണ് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള, ശരിയായ വിധത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളവൻ. മറിച്ച് മറ്റൊരാൾ പറയുന്നു, ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ടുള്ളത് ഇന്ന ഞാറ്റുവേല കൊണ്ടാണ്. അപ്പോൾ മഴ എന്ന് പറയുന്ന നിഅമത്തിനെ കാരണത്തിലേക്ക് ചേർത്തു. അല്ല, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതു കാര്യത്തെയും ആ കാരണങ്ങൾ സൃഷ്ടിച്ച, കാരണങ്ങൾ നിശ്ചയിച്ച അള്ളാഹുവിലേക്കാണ് ചേർക്കേണ്ടത്. മഴ നൽകിയത് അള്ളാഹുവാണ്. മുത്തിർനാ ബിഫളില്ലാഹി വറഹ്മത്തിഹി എന്നാണ് പറയേണ്ടത്. എന്നതുപോലെ എനിക്ക് രോഗം വരുത്തിയത് അള്ളാഹുവാണ്, അല്ലാതെ മറ്റൊരു രോഗിയല്ല എനിക്ക് രോഗം വരുത്തിയത്. അള്ളാഹു എനിക്ക് രോഗം നൽകാൻ തീരുമാനിച്ചത്, മുൻകൂട്ടി തീരുമാനിച്ചത്, ആ തീരുമാനം അവന്റെ മശീഅത്ത് പ്രകാരം അവൻ നടപ്പിലാക്കിയത് കൊണ്ടാണ് എനിക്ക് രോഗം വന്നത്. അള്ളാഹു അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങൾ അവൻ വെച്ചിട്ടുണ്ട്, ചില അസ്ബാബുകൾ വെച്ചിട്ടുണ്ട്. ആ അസ്ബാബുകളിൽ ഒന്നാണ് ചില പ്രത്യേക രോഗങ്ങൾ ഉള്ള ആളുകളുമായി ഇടപഴകുക എന്നുള്ളത്. അത് സൂക്ഷിക്കാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു രോഗിയാണ് രോഗം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ തീരുമാനത്തെയും അള്ളാഹുവിന്റെ മശീഅത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ രോഗിയിലേക്ക് ചേർക്കുന്നത് ഇല്ല എന്ന കാര്യം തീർത്തു പറഞ്ഞു. അസ്സാലിസത്തു, മൂന്നാമത്തെ മസല, നഫ്യുൽ ഖിയറ. അതുപോലെ തന്നെ ലക്ഷണം നോക്കുക. ചില പ്രത്യേക ജീവികൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇവയൊക്കെ തന്നെ അവ എങ്ങനെ സഞ്ചരിക്കുന്നു? നമ്മൾ പോകുമ്പോൾ നമ്മുടെ വലതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിന് നല്ല ലക്ഷണമായും, ഇടതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് ദുഷ്യഗുണമായും കണക്ക് കൂട്ടുന്ന ആളുകളുണ്ട്. അത് ഒരിക്കലും, അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർ കാര്യങ്ങൾ അങ്ങനെയാണ് വിശ്വസിച്ചു പോന്നിരുന്നത്. അതിന് അടിസ്ഥാനമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർത്തു പറഞ്ഞിട്ടുള്ള ഹദീസുകൾ അത് നമ്മളോട് ഉദ്ധരിച്ചു. അതാണ് മൂന്നാമത്തെ മസ്അല. അൽ മസ്അലത്തു റാബിഅത്തു, നാലാമത്തെ മസ്അല, നഫിയുൽ ഹാമ തഖ്ഫീഫിൽ മീം. മീമിന് ശ്രദ്ധ കൊടുക്കാതെയാണ് വായിക്കേണ്ടത്, ശ്രദ്ധ കൊടുക്കാതെ വായിക്കണം. ഹാമ വേറൊരു അർത്ഥത്തിലേക്കാണ് പോവുക. ഹാമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല അർത്ഥങ്ങളും ഉണ്ട്. ഈ ഹദീസിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് രാത്രിയിൽ വരുന്ന ചില പക്ഷികളെ ഉദ്ദേശിച്ചിട്ടാണ്. ആ പക്ഷികൾ, രാത്രിയിൽ വരുന്ന ഈ പക്ഷികൾ നമ്മുടെ വീടിൽ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് ഒരു വൃക്ഷത്തിൽ വന്നിരുന്ന് അവ കരഞ്ഞാൽ ആ വീട്ടിൽ ഒരു മരണം സംഭവിക്കും. ഇത് ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. സമാനമായ വിശ്വാസം ഇന്നും വളരെ ശാസ്ത്രീയമായി പുരോഗമിച്ചു എന്നൊക്കെ പറയപ്പെടുന്ന ഈ സമൂഹത്തിലും ഈ കാലഘട്ടത്തിലും അതേപോലെ നിലനിൽക്കും. അന്ധവിശ്വാസങ്ങൾക്ക് കാലത്തിന്റെ വ്യത്യാസമില്ല. അതിന് ശാസ്ത്രബോധം കൊണ്ട് നീക്കിയെടുക്കാവുന്ന ഒരു കാര്യമല്ല അന്ധവിശ്വാസം. അത് വെറുതെ പറയാം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മംഗല്യാൻ അത് മുകളിലേക്ക് വിക്ഷേപിക്കുന്നതിന് മുമ്പ് സയന്റിസ്റ്റുകൾ എല്ലാവരും കൂടിയിട്ട് പൂജാരിയുടെ മുന്നിൽ പോയി പൂജ നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവർ വലിയ ശാസ്ത്രബോധമുള്ള ആളുകളാണ്. മംഗല്യാൻ വിക്ഷേപിക്കാൻ മാത്രം ടെക്നോളജി പഠിച്ച ആളുകൾ ആ മംഗല്യാൻ യാതൊരു തരത്തിലുള്ള വിഘ്നവും വരാതെ നേരെ അതിന്റെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അവിടെ പോകണമെന്ന് വിശ്വസിക്കുന്നത് ശാസ്ത്രബോധമില്ലാത്തത് കൊണ്ടല്ല. അപ്പൊ ശാസ്ത്രബോധത്തിന് ഒരിക്കലും അന്ധവിശ്വാസത്തെ തടുക്കാൻ പറ്റില്ല. ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാണ് അന്ധവിശ്വാസത്തെ നിരാകരിക്കാനുള്ള മാർഗം. ശരിയായ വിശ്വാസം മനസ്സിലില്ലേ, അവിടെ തെറ്റായ വിശ്വാസം കുടിയേറുക തന്നെ ചെയ്യും. ഇതാണ് കാര്യം. അതിനാൽ ഹാമ,
അങ്ങനെ ഒരു രീതിയില്ല. ആ വിശ്വാസം ജാഹിലിയ്യത്തിലുള്ളതാണ്. ഒരു പക്ഷി നമ്മുടെ വീട്ടിലോ വീട്ടിന്റെ പരിസരത്തിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ രാത്രിയിൽ വന്നിരിക്കുകയോ കരയുകയോ ചെയ്താൽ ഒരാൾ മരിക്കില്ല. ആര്, എപ്പോൾ, എവിടെ, ഏത് രൂപത്തിൽ മരിക്കണം അത് അല്ലാഹുവിന്റെ മുൻനിർണയമാണ്. അതിൽ മാറ്റമില്ല. ഒരാൾക്ക് അല്ലാഹു കണക്കാക്കിയിട്ടുള്ള മരണമാസന്നമായി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അത് മുന്നോട്ട് നീക്കുകയോ ഒരു നിമിഷം പോലും അതിനെ പിറകോട്ടേക്ക് നമുക്ക് വലിക്കാനോ സാധ്യമല്ല. അത് സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ നഫിയു സഫർ, സഫർ ഇല്ല എന്ന കാര്യം, അതിന്റെ വിശദീകരണം നസ്മു വായിച്ചപ്പോൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതാണ്. മുഖ്യമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴ്വരകളിൽ കാണുന്ന ഒരു ചെറിയ പാമ്പ് പോലെയുള്ള ജീവിയാണ്. അത് ചില സന്ദർഭങ്ങളിൽ മനുഷ്യരെ പിടികൂടും. എന്നാൽ അത് അജ്റബിനെക്കാളും ഒരു വലിയ ചൊറിയുണ്ട്, അതിനേക്കാളും പെട്ടെന്ന് പകർന്ന് എല്ലാവരിലേക്കും അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ദോഷം എല്ലാവരിലേക്കും വരും. അത് കാലികളെ പിടികൂടും, മനുഷ്യരെ പിടികൂടും. ആ അജ്റബ് അതുള്ളിടത്തേക്ക് അങ്ങനെയാണ്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാശം വന്നതാണ്. അങ്ങനെ ആ ജീവി ഉണ്ടെങ്കിൽ, ആ ജീവി വരികയാണെങ്കിൽ, ആ ജീവി കാണുകയാണെങ്കിൽ അതോടുകൂടിയിട്ട് അതൊരു ദുഷ്ടഗുണമായി കാണും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. സത്യത്തിൽ അതില്ലാത്തതാണ്. അതുപോലെ തന്നെ സഫറിന് പിന്നീട് പറഞ്ഞു പോരുന്നത്, സഫർ മാസത്തെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാറുണ്ട്. മുഹറം മാസത്തിൽ അതിക്രമങ്ങൾ കാണിക്കുകയും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളെ ലൂട്ട് ചെയ്യുകയും പതിവാക്കിയിരുന്ന അറബികൾ അത് മുഹറം മാസം യുദ്ധം നിഷിദ്ധമാണ്. ആ മാസത്തെ സഫറിലേക്ക് മാറ്റുകയും സഫറിനെ മുഹറം മാസത്തിലേക്ക് മുന്തിക്കുകയും ചെയ്തിരുന്നു. ആ നടപടിക്രമം ശരിയല്ല. അങ്ങനെ മാസങ്ങൾ, ദിവസങ്ങൾ, കാലം മാറ്റിമറിക്കുന്നത് സിയാദത്തുൻ ഫിൽ കുഫർ, അവരുടെ അവിശ്വാസത്തിന്റെ വർധനവ് മാത്രമാണ് എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഈ രണ്ട് വ്യാഖ്യാനങ്ങൾ അതിന് വന്നിട്ടുണ്ട്. അൽ മസ്അലത്തു സാദിസത്തു, ആറാമത്തെ മസ്അല, അന്നൽ ഫഅല ലൈസ മിൻ ദാലിക്. എന്നാൽ ഫഅൽ എന്ന് പറയുന്ന ഒരു സംഗതി വേറെയുണ്ട്. അത് തുയറത്തിൽ ഒരിക്കലും ഉൾപ്പെടില്ല. ശകുനം നോക്കുന്ന കൂട്ടത്തിലല്ല യഥാർത്ഥത്തിൽ ഫഅൽ ഉൾപ്പെടുന്നത്. ബൽ മുസ്തഹബ്, മറിച്ച് ഫഅൽ എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം ഇംപ്രസ് ചെയ്തിരുന്ന കാര്യമാണ് ഫഅൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ രണ്ട് കാര്യവും ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഫഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഅൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അൽ മസ്അലത്തു സാബിഅത്തു, ഏഴാമത്തെ മസ്അലയിൽ ചർച്ച ചെയ്തത് തഫ്സീറുൽ ഫഅൽ, ഫഅലിന്റെ വ്യാഖ്യാനം. നല്ല വാക്കുകളാണ്. നല്ല വാക്കുകൾ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടപ്പെടുകയും ആ നല്ല വാക്കുകൾ നബിയെ ഇംപ്രസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു ദൗത്യം ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു കൊടുത്ത് ഒരു വഴിയെ അദ്ദേഹത്തെ നിശ്ചയിച്ചു വിടുകയാണെങ്കിൽ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കും, നിന്റെ പേരെന്താ? അപ്പൊ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു, എന്റെ പേര് നജീഹ്, വിജയി എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ പേര് കേൾക്കുമ്പോൾ നബിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാവുകയും അത് മുഖത്ത് പ്രകടമാവുകയും ചെയ്തിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഒരു കാര്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെപ്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹം ആ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്റെ പേര് റാഷിദ് എന്നാണ്, നല്ല തന്റേടമുള്ളവൻ. റസൂലുള്ളാഹിക്ക് വാക്ക് കേൾക്കുമ്പോൾ ഈ ദൗത്യം വളരെ തന്റേടത്തോടു കൂടി, വളരെ പക്വതയോട് കൂടിയിട്ട് അദ്ദേഹം ചെയ്തു തീർക്കുന്നതിന് അദ്ദേഹത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ വാക്ക് തന്നെ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ വാക്കുകൾ, അതാണ് ഫഅൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കുന്ന ഒരാളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നു. അല്ലാതെ ആ വാക്ക് കേട്ടാൽ അതോടുകൂടി ആ കാര്യം നടന്നു. ആ വാക്ക് മോശമാണെങ്കിൽ ആ കാര്യം മുടങ്ങി. അതുകൊണ്ട് തന്നെ മോശമാണെങ്കിൽ പോകരുത്, നല്ലതാണെങ്കിൽ പോകണം. ഇങ്ങനെയാണെങ്കിൽ തുയറത്തിലേക്ക് പോയി. ഇത് തുയറത്തല്ല, ഇത് ഫഅലാണ്. ആ ഫഅൽ മുസ്തഹബാണ്. ഫഅൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രവുമാണ്. അസ്സാമിന ഐ അൽ മസ്അലത്തു അസ്സാമിന, എട്ടാമത്തെ മസ്അല, أن الواقع في القلوب من ذلك مع كراهته لا يضر.
ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ലക്ഷണം നോക്കുന്ന സ്വഭാവം, അതിന് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു തോന്നൽ ഒരാളുടെ മനസ്സിൽ ഉണ്ടായാൽ അത് കറാഹത്താണ്, ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ മനസ്സിൽ തോന്നി എന്നതുകൊണ്ട് ലായമുർ, അത് അയാൾക്ക് ദോഷകരമായി പരലോകത്ത് ഭവിക്കില്ല. ഏതാണ് ദോഷം ചെയ്യുന്നത്? ദോഷം ചെയ്യുന്ന തുയറത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഏതാണ് യഥാർത്ഥത്തിൽ തുയറത്ത്? ഒരാൾ ഒരു വഴിയെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ജീവി അത് വലത്തോട്ട് പോകുന്നു, ഇടത്തോട്ട് പോകുന്നു. ആ കാര്യം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുമ്പുണ്ടായിരുന്ന ഇത്തരം സങ്കല്പങ്ങളിൽ നിന്നുള്ള ചില തോന്നലുകൾ കടന്നു വന്നാൽ, ആ കടന്നു വരുന്നത് മക്റൂഹാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്, ശരിയാണ്. പക്ഷെ വെറും ഒരു തോന്നൽ മാത്രമാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പരലോകത്ത് ദോഷം ചെയ്യില്ല. അതിന്റെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ പിടികൂടുകയുമില്ല. മറിച്ച് അത് തുയറത്ത്, വിലക്കപ്പെട്ടിട്ടുള്ള തുയറത്ത്, ശിർക്കിലേക്ക് എത്തുന്ന തുയറത്താകണമെങ്കിൽ ഒന്നുകിൽ ആ ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, ശകുനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ യാത്ര മുടക്കി വീട്ടിലിരിക്കണമെന്ന് നിശ്ചയിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ്. ബൽ യുദ്ഹിബുഹുല്ലാഹു ബിത്തവക്കുൽ, അങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുൽ അയാളുടെ മനസ്സിൽ അയാൾ ശക്തമാക്കുന്നതോടുകൂടി ഇല്ലാതാക്കി കളയും. ഞാൻ വീട്ടിൽ നിന്നൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു കറുത്ത പൂച്ച മെനങ്ങനെ വന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് ഒരൊറ്റ ഓട്ടം ഓടി. നമ്മുടെ സമൂഹത്തിലുള്ള മൂഢമായ സങ്കല്പങ്ങൾ അത് ഞാനും ധാരാളമായി കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇതൊരു നല്ലതല്ലല്ലോ എന്നെന്റെ മനസ്സിൽ തോന്നി. ആ തോന്നിയത് കറാഹത്താണ്, നല്ല കാര്യമല്ല തോന്നൽ. പക്ഷെ ആ തോന്നൽ മാത്രമാണെങ്കിൽ അള്ളാഹു എന്നെ പിടികൂടുമോ? ഒരിക്കലും പിടികൂടില്ല. അത് തുയറത്തായി, ഹദീസിൽ വിലക്കിയിട്ടുള്ള ശിർക്കിലേക്ക് എത്തുന്ന തുയറത്താകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നല്ലതല്ല, ഞാൻ ഇന്ന് പോയാൽ വിജയിക്കില്ല, ഞാൻ എന്റെ യാത്ര നിർത്തി വീട്ടിലേക്ക് തിരിച്ചു കയറി, അത് തുയറത്താണ്, തുയറത്ത് ശിർക്കുമാണ്. അല്ല, അത് എന്റെ തീരുമാനത്തിൽ, എന്റെ നടപടിയെ അതൊരിക്കലും ബാധിച്ചില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോയി. പക്ഷെ മനസ്സിലുണ്ടായ ഈ തോന്നലിന്റെ പരിഹാരം എന്താണ്? മനസ്സിലുണ്ടായ തോന്നലിനുള്ള പരിഹാരം അള്ളാഹു ആ മനസ്സിലുള്ള ഇത്തരം തോന്നലുകൾ പിന്നെ ക്രമേണ തീർത്തും ഇല്ലാതാക്കി തരും. അത് തവക്കുൽ കൊണ്ട് മാത്രം. ഇവയൊന്നുമല്ല, ഈ പക്ഷികളല്ല, ഈ മൃഗങ്ങളല്ല, ഈ ജീവികളല്ല, ഒന്നുമല്ല ത്വാഇർ നിശ്ചയിക്കുന്നത്, നമ്മുടെ വിധി നിർണയിക്കുന്നത്. നമ്മുടെ വിധി നിർണയിച്ചു കഴിഞ്ഞതാണ് അള്ളാഹു. അതുപ്രകാരമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഞാൻ എല്ലാം അവനിൽ ഫലമേൽപ്പിച്ചാണ് പോകുന്നത്. തവക്കുൽ കൊണ്ട് മാത്രമേ അത് അള്ളാഹു ഒഴിവാക്കി തരികയുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ തവക്കുൽ ശക്തമാക്കുന്നതിന് പുറമെ അയാൾ എന്താണ് പറയേണ്ടത്? അയാൾ പറയേണ്ടത് 2 റിവായത്തുകളിൽ വന്നു. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാത് ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക് എന്ന് പറയുന്ന ഒരു റിവായത്ത് മുസന്നിഫ് റഹിമഹുല്ലാഹ് നസ്ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ റിവായ ദഈഫ, അത് ദഈഫത്തായ റിവായത്താണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ കൊണ്ട് ദുആ ചെയ്യുന്നത് അത്ര ഹിതകരമല്ല. അത് നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി കരുതി അത് ഉദ്ധരിക്കുക സാധ്യമല്ല. ആ ആശയം ശരിയാണ്. അതുകൊണ്ട് തന്നെ നബിയിൽ നിന്ന് തൗഖീഫിയായ ദുആയാണെന്ന് കരുതാതെ ആ വാക്കുകൾ ഒരാൾ പറഞ്ഞു പോയാൽ, മുത്തലഖായ ദുആ എന്ന അർത്ഥത്തിൽ പറഞ്ഞു പോയാൽ തെറ്റല്ല. തൗഖീഫിയത്താണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പാടില്ലെന്ന് മാത്രം. എന്നാൽ നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായ മറ്റൊന്നുണ്ട്. അത് അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക. ഈ ദുആയാണ് നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട തൗഖീഫിയായ കൃത്യമായ പ്രാർത്ഥന. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് അല്ലാഹുവേ ലാ ഖൈറ ഇല്ലാ ഖൈറുക, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറുമില്ല.
നീ എനിക്ക് എന്ത് ഖൈർ നൽകണം അത് മുൻകൂട്ടി നീ നിർണയിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ വലാ ശർറ വലാ ഖൈറ ഇല്ലാ ഖൈറുക്, എന്റെ വിഹിതം, എനിക്ക് നീ കണക്കാക്കിയ വിഹിതം, അത് ഖൈറാകട്ടെ ശർറാകട്ടെ, അത് മറ്റൊരാൾക്കും അതിലൊരു പങ്കുമില്ല. നീയല്ലാതെ, നിന്റെ ഖൈറല്ലാതെ, നീ നിശ്ചയിച്ച വിഹിതമല്ലാതെ മറ്റൊരു വിഹിതം എനിക്കില്ല. ഖൈറാണെങ്കിൽ ഖൈർ, ശർറാണെങ്കിൽ ശർ. വലാ ഇലാഹ ഖൈറുക്, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. ഇത് തവക്കുലിന്റേതാണ്. ഈ വചനം തവക്കുലിന്റേതാണ്. ഈ വചനം തൗഹീദിന്റേതാണ്. ഈ തവക്കുലും തൗഹീദും മനസ്സുകൊണ്ട് ശക്തിപ്പെടുത്തുകയും നാവുകൊണ്ട് ആ തൗഹീദിന്റെ തവക്കുലിന്റെ വചനം ഒരു പ്രാർത്ഥനയായി അല്ലാഹുവിലേക്കും ചെയ്യുക, അതാണ് അതിനുള്ള പരിഹാരം. അതാണ് അതിനുള്ള പരിഹാരം. അൽ മസ്അലത്തുൽ ആശിറ അത്ത്സ്രീഹു ബിഅന്ന അത്ത്യറത ശിർക്ക്. ത്വയ്യറത്ത് എന്തിലാണ് ഉൾപ്പെടുന്നത്? അത് ശിർക്ക് തന്നെയാണ്. എങ്ങനെയാണെങ്കിൽ ഒരാൾ വിശ്വസിക്കുന്നു, ഈ വിലങ്ങ് പാഞ്ഞിട്ടുള്ള പൂച്ച അത് എനിക്ക് തിന്മ വരുത്തും. ആ തിന്മ വരുത്തുന്നത് ആരാണ്? ആ പൂച്ച. അല്ലെങ്കിൽ വലത്തോട്ട് പാറിയിട്ടുള്ള ഒരു പ്രാവ്, ആ പ്രാവ് എനിക്ക് നന്മ കൊണ്ടുവന്ന് തരും. നന്മയും തിന്മയും അള്ളാഹുവിനു മാത്രമാണ് വരുത്താൻ സാധിക്കുന്നത്. അത് അല്ലാഹുവല്ലാതെ മറ്റാർക്കെങ്കിലും അത് വരുത്താൻ സാധിക്കും എന്നുള്ളിടത്തേക്ക് ഒരാളുടെ വിശ്വാസം തെറ്റിക്കഴിഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. ഇനി അള്ളാഹു തന്നെയാണ്, അത് ശിർക്കുൻ അക്ബറാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫോം, അള്ളാഹു തന്നെയാണ് എനിക്ക് ഖൈർ തരുന്നത് അല്ലെങ്കിൽ ശർറ് തരുന്നത്. പക്ഷെ അതിനുള്ള സബബ്, ഇവിടെ എനിക്ക് ഖൈർ വരാനുണ്ടായ കാരണം ഈ പ്രാവ് വലത്തോട്ട് പാറിയതാണ്. അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ശർറ് വരാനുണ്ടായ സബബ് ഈ പൂച്ച ഇടത്തോട്ട് പാഞ്ഞതാണ് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലാഹ് സബബായി നിശ്ചയിക്കാത്ത ഒന്നിനെ സബബായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിർക്കുൻ അസ്ഗറെങ്കിലുമാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഖുർആനിലും ഹദീസിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ശിർക്കിന്റെ വചനങ്ങളാണ് അതിനെ തഹ്ദീർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. പിന്നെ അത് അക്ബറാണോ അസ്ഗറാണോ ഈ കാര്യം അത് അയാളുടെ മനോഭാവത്തിന്റെ അനുസരിച്ച്, അയാളുടെ വിശ്വാസത്തിന്റെ അനുസരിച്ച് അള്ളാഹുവിങ്കൽ തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ തഹ്ദീർ ചെയ്യുമ്പോൾ ശിർക്കിന്റെ ഏത് വചനവും അതിന് വേണ്ടിയിട്ട് തെളിവായി വഈദായിട്ട് ഉദ്ധരിക്കുക എന്നതാണ് റസൂലുള്ളാഹി ചെയ്തിട്ടുള്ളത്, സ്വഹാബത്ത് ചെയ്തിട്ടുള്ളത്, അഇമ്മത്ത് ചെയ്തിട്ടുള്ളത്. ഈ കാര്യം തന്നെ അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് അക്ബറാകുന്നതുണ്ട്, അസ്ഗറാകുന്നതുണ്ട്. അക്ബറാകുന്നത് ആ പൂച്ചയാണ് എനിക്ക് തിന്മ ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചാൽ ശിർക്കുൻ അക്ബർ, മേജറായ ശിർക്കാണ്. നാഖിലും മിനൽ മില്ലഹ്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. ഈ തരത്തിലായിരുന്നു ജാഹിലിയ്യത്തിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നതും. മറിച്ച് അത്രത്തോളം പോകുന്നില്ല, ഇതൊരു സബബാണ് എന്ന് കരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഖൈർ കൊണ്ടുവന്ന് തരാനുള്ള ഒരു സബബായി ഈ പ്രാവിനെയും, അല്ലെങ്കിൽ എനിക്ക് ശർറ് കൊണ്ടുവരുന്നതിനുള്ള സബബായി ഈ പൂച്ചയെയും അല്ലാഹു വെച്ചിരിക്കുന്നു. ഇല്ല, ഈ പൂച്ചയിലൂടെ നമുക്കൊരു ശർറ് വരാനില്ല, ഈ പ്രാവിലൂടെ നമുക്കൊരു ഖൈർ വരാനില്ല. നമ്മൾ സബബ് മാറ്റിവെച്ചാൽ അത് ശിർക്കുൻ അസ്ഗറെങ്കിലുമാകും. രണ്ടാണെങ്കിലും ശരി, ശിർക്ക് രണ്ടും ഇന്നല്ലാഹ് ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന വഈദിൽ മുൻദരിജത്താണ്. ആ അല്ലാഹുവിന്റെ താക്കീദിൽ രണ്ടും ഒരുപോലെ പെടും. അല്ലാഹ് പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തിലാണ് ശിർക്കുൻ അക്ബറും അസ്ഗറും പെടുന്നത്. പക്ഷെ അക്ബറാണെങ്കിൽ മതത്തിൽ നിന്ന് അയാൾ പുറത്തു പോകുന്നതിന് അത് കാരണമാണ്. അസ്ഗറാണെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോകില്ല, പക്ഷെ ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കില്ല. അത് മറ്റു പാപങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ വശീയത്തിലാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മാറ്റി പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ ഇനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതാണ് വഅലൈഹി അക്തറുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസുകളായ ഉലമാക്കളുടെ ഖൗൽ ഇതാണ്. ഇനി അൽ മസ്അല അൽ ഹാദിയത അശ്റ, 11ാമത്തെ മസ്അല, തഫ്സീറു ത്വയ്റത്തിൽ മദ്മൂമ. ഹദീസിലും ആയത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഈ ത്വയ്റത്തിന്റെ വ്യാഖ്യാനം എന്താണ്?
ഏതാണ് തുയറത്ത് എന്ന പരിധിയിൽപ്പെടുന്നത്? മനസ്സുകൊണ്ട് അങ്ങനെ ഒന്ന് തോന്നിയാൽ തുയറത്തായോ? ഇല്ല. അതിന്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വാക്കാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇന്നമത് തുയറതു മാ അല്ലാക ഔ റദ്ദക്. തുയറത്ത് എന്ന് പറയുന്നത് ആ ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ നീ മുന്നോട്ട് പോയി, അല്ലെങ്കിൽ അത് മോശമായ ലക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ യാത്രയിൽ നിന്ന് മുടക്കി ഇരുത്തി. അതാണ് തുയറത്ത്. മനസ്സിൽ തോന്നിയാൽ അത് കറാഹത്താണെങ്കിലും തുയറത്താവില്ല. ഈ ബാബിൽ തുയറത്തിൽ തന്നെ മദ്മൂമത്താകുന്നത്, അതുപോലെ തന്നെ ഫഇല് തുയറത്ത് വരികയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്? ആ പരിഹാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദുആയുടെ സ്വഭാവം എന്തായിരിക്കണം? നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ദുആ തന്നെ വേണമെങ്കിൽ ഏത് ലഫ്ളാണ് സ്വീകരിക്കേണ്ടത്? എന്നാൽ തുയറത്ത് ശിർക്കുൻ അക്ബറിലേക്ക് പോകുന്നത് എപ്പോഴാണ്? അത് ശിർക്കുൻ അസ്ഗർ ആകുന്നത് എപ്പോഴാണ്? എന്നിത്യാദി കാര്യങ്ങളെല്ലാം മുസന്നിഫ് റഹിമഹുല്ലാഹ് അല്ലാഹു യജ്സിഹി അന്ന ഖൈർ പൂർണ്ണമായി നമുക്ക് വിശദീകരിച്ചു തന്നു. ഇവിടെ ഈ 11 മസ്അലയോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. തൊട്ടടുത്ത അധ്യായം ബാബു മാ ജാഅ ഫിത്തൻജീൽ. ബാബു മാ ജാഅ ഫിത്തൻജീൽ. قال البخاري في صحيحه قال قتادة خلق الله هذه النجوم لثلاث: زينة للسماء، ورجوما للشياطين، وعلامات يهتدى بها، فمن تأول فيها غير ذلك أخطأ وأضاع نصيبه وكلف ما لا علم له به. انتهى. وكره قتادة تعلم منازل القمر ولم يرخص ابن عيينة فيه، ذكره حرب عنهما، ورخص في تعلم المنازل أحمد وإسحاق. وعن أبي موسى رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: ثلاثة لا يدخلون الجنة: مدمن الخمر، وقاطع الرحم، ومصدق بالسحر. رواه أحمد وابن حبان في صحيحه. فيه مسائل: الأولى الحكمة في خلق النجوم، الثانية الرد على من زعم غير ذلك، الثالثة ذكر الخلاف في تعلم المنازل، الرابعة الوعيد في من صدق بشيء من السحر ولو عرف أنه باطل. ഈ അധ്യായം കൂടി വളരെ പെട്ടെന്ന് ഷാർപ്പായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. മാ ജാഅ ഫി തൻജീൽ. നജ്ജമ യുനജ്ജിമു തൻജീൽ. നജ്ജമ എന്നതാണ് അതിന്റെ വെർബ്. അതിന്റെ വെർബൽ നൗണാണ് തൻജീൽ. തൻജീലിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് എവിടെ വന്നിട്ടുള്ളത്? ഫിൽ ആസാർ മിനൽ കിതാബ് വസ്സുന്നത്തി സ്വഹീഹ. ഖുർആനിൽ ആസാറുകളിൽ വന്നിട്ടുള്ളത്. ആസാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഖുർആൻ, രണ്ടാമത്തത് സ്ഥിരപ്പെട്ടിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. എന്താണ് തൻജീം? തൻജീം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അതിന്റെ നിർവചനം കൊടുത്തു. هو الاستدلال بالأحوال الفلكية على الحوادث الأرضية. ഈ കീഴ്ലോകത്ത് അഥവാ ഭൂലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് അൽ-ഇസ്തിദ്ലാലു ബിൽ അഹ്വാലിൽ ഫലകിയ്യ, പിന്നെ ആകാശലോകത്ത് ഉണ്ടാകുന്ന സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് തെളിവ് പറയുക. ഇവിടെ കാറ്റടിച്ചു, ഇവിടെ സുനാമി അടിച്ചു, ഇവിടെ നന്നായി മഴ പെയ്തു, ഇവിടെ വരൾച്ച ബാധിച്ചു, ഇവിടെ ഒരു എപ്പിഡമിക് പിടിപെട്ടു, ഇവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഈ ആപത്തുകൾ വരാൻ, ഐശ്വര്യങ്ങൾ വരാൻ ഇന്ന അഹ്വാൽ ഫലകിയ്യ, അവിടുത്തെ ഉപരിലോകത്തുള്ള ആകാശലോകത്തുള്ള ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ അവയുടെ അവസ്ഥക്കനുസരിച്ചാണ്.
ഇതാ അങ്ങനെ ഒരു രീതിയുണ്ട്. കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ, നമ്മുടെ അല്ല, പിന്നെ ഈ എന്താണ് പറയാ, ഹൈന്ദവ സങ്കല്പമനുസരിച്ച് അത് പറയാന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അവർക്ക് ആ വിശ്വാസം കിട്ടുന്നത് പലപ്പോഴും അതുപോലുള്ള പേർഷ്യക്കാരുടെയും അതുപോലെ തന്നെ അതിലും പുരാതനമായിട്ടുള്ള യവനന്മാരുടെയും ഒക്കെ സങ്കല്പങ്ങളിൽ നിന്ന് അത് കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നെല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിശ്വാസം. എന്താണത്? ഋതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽലോകം അഥവാ ഗോളങ്ങൾ അടങ്ങിയിട്ടുള്ള, നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള, രാശികൾ അടങ്ങിയിട്ടുള്ള മണ്ഡലത്തിനാണ് ഋതം എന്ന് പറയുന്നത്. ആ ഋതത്തിന് ഒരു ദൈവമുണ്ട്, വരുണൻ എന്നാണ് ആ ദൈവത്തിന്റെ പേര്. ഋതത്തെ നിയന്ത്രിക്കുന്നത് വരുണനാണ്. വരുണൻ നിയന്ത്രിക്കുന്നതനുസരിച്ച് ഋതത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് കീഴ്ലോകത്ത് അഥവാ ഭൂലോകത്ത് ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മുടെ സുഖവും ദുഃഖവും, നമ്മുടെ ക്ഷേമവും ക്ഷാമവും, നമ്മുടെ ഐശ്വര്യങ്ങളും, നമ്മുടെ മറ്റെല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളും, ഇതെല്ലാം ഉണ്ടാകുന്നത് അവിടെ ഋതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ്. ഇന്ന രാശിയിൽ ഇന്ന നക്ഷത്രം തെളിയുമ്പോൾ ഭൂലോകത്തിനതുണ്ടാകും. ഇന്ന നക്ഷത്രം ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞ് പിറന്നതെങ്കിൽ ആ കുഞ്ഞ് വലിയ നഷ്ടകാരിയായിരിക്കും, ജീവിതത്തിൽ പരാജയമേ ഉണ്ടാകൂ. ഇന്ന നക്ഷത്രത്തിലാണ് അവൻ ജനിച്ചത് എങ്കിൽ, ആ നക്ഷത്രം തിളഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജനിച്ചതെങ്കിൽ അവൻ ഏതിലും വിജയിക്കുന്നവനാകും. ഇന്നത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാറ്റടിക്കും, ഇന്നത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുനാമി വരും, ഇന്നത് വന്നു കഴിഞ്ഞാൽ ഇന്നയാൾ അധികാരത്തിൽ വരും, ഇന്നത് വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ഐശ്വര്യം വരും. ഇതെല്ലാം അവരിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അത് ഭാരതീയമായ ഒരു സങ്കല്പത്തിന്റെ കൂടി ഭാഗമാണ്. വെറും ഭാരതീയം എന്നതിനെ കുറിച്ച് പറഞ്ഞുകൂടാ. ഇത് പഴയ യവനന്മാരുടെ അടുക്കൽ ഈ സങ്കല്പമുണ്ട്, അതുപോലെ തന്നെ പേർഷ്യക്കാരുടെ അടുക്കൽ ഈ സങ്കല്പമുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഭൂലോകത്തുണ്ടാകുന്ന, കീഴ്ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും, എല്ലാ സംഭവ വികാസങ്ങൾക്കും, ആ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഉപരിലോകത്തുള്ള നക്ഷത്രങ്ങളും രാശികളുമാണ് എന്നുള്ള വിശ്വാസം. ഇതിനാണ് തൻജീം എന്ന് പറയുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കും പഠനത്തിനും നമ്മൾ ആസ്ട്രോളജി എന്നാണ് ഇന്ന് പറയാം. ആസ്ട്രോളജി, ജ്യോതിഷം എന്ന് പറയും. ഈ ജ്യോതിഷം ഒരു മുസ്ലിമിന്റെ വിശ്വാസവുമായി, അവന്റെ ജീവിതവുമായി എങ്ങനെ പൊരുത്തപ്പെടാതിരിക്കുന്നു? ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. അത് എന്തുകൊണ്ട് പൊരുത്തപ്പെടുന്നില്ല? അതിനുള്ള തെളിവുകൾ എന്താണ്? ആസാറുകളിൽ വന്നിട്ടുള്ളത്, ഖുർആനിൽ വന്നിട്ടുള്ളത്, ഹദീസിൽ വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിഹി, തന്റെ സഹീഹിൽ പറഞ്ഞിട്ടുണ്ട്, ഖാല ഖതാദത്തു, ഖതാദയിൽ നിന്ന് മുഅല്ലഖായി ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഖതാദയിൽ നിന്ന് മുഅല്ലഖായി, തഅലീഖായി ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസർ, ഖലഖല്ലാഹു ഹാദിഹിൻ നുജൂം. മുകളിലേക്ക് നമ്മൾ കണ്ണറിയുമ്പോൾ, കണ്ണ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ നക്ഷത്രങ്ങളൊക്കെയും, ആ നക്ഷത്രങ്ങൾ തെളിയുന്ന രാശി, നക്ഷത്രങ്ങൾ, ഇവയെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ലിസലാത്തിൻ, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവായിട്ടുള്ള 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് അള്ളാഹു ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്? അള്ളാഹ് തന്നെ അതിന്റെ ലക്ഷ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന് സീനത്തൽ ലിസ്സമ, ആകാശത്തെ അലങ്കരിക്കുന്നതിന് വേണ്ടിയാണ്. സീനത്താണ്, അലങ്കാരമാണ്. ലിസ്സമ, ആകാശത്തിന്. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. വറുജൂമൻ ലിശ്ശയാത്തീൻ, രണ്ടാമത്തേത് പിശാചുക്കളെ എറിഞ്ഞു തുരത്തുന്നതിന് വേണ്ടിയാണ്. പഴയകാലത്ത് ഉപരിലോകത്ത് മലക്കുകൾ പരസ്പരം കൈമാറുന്ന വിവരങ്ങൾ, വൃത്താന്തങ്ങൾ, സന്ദേശങ്ങൾ അവർ കട്ടുകേൾക്കുമായിരുന്നു. ഒരു പിശാച് മറ്റൊരു പിശാചിന്റെ മുകളിൽ കയറി അങ്ങനെ അവർ ഉപരിലോകത്തേക്ക് എത്തി നോക്കുകയും എന്നിട്ട് ചെവി കൂർപ്പിക്കുകയും മലക്കുകൾ പരസ്പരം കൈമാറുന്ന വിവരങ്ങളും സന്ദേശങ്ങളും കട്ടുകേൾക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അള്ളാഹു നിയോഗിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് വഹയികൾ ധാരാളമായി കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത് മറ്റൊരു പിശാച് കേൾക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകമായി ഇവരെ മുഴുവനും തുരത്തി. അത് തുരത്തിയത് നക്ഷത്രങ്ങൾ കൊണ്ട്, ഉൽക്കകൾ കൊണ്ടായിരുന്നു. എന്നാൽ തീരെ ഇപ്പോൾ അങ്ങനെ കട്ടുകേൾവിയില്ല എന്ന് ഒരിടത്തും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇന്നും അതുണ്ട്, പക്ഷെ പഴയകാലത്തെ പോലെ കട്ടുകേൾവി സജീവമായി നടക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം ഈ പിശാചുക്കളെ അള്ളാഹു നക്ഷത്രങ്ങളെ കൊണ്ട്, ഉൽക്കകളെ കൊണ്ട് തുരത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പിശാചുക്കളെ തുരത്തുന്നതിന് വേണ്ടിയാണ് നക്ഷത്രങ്ങളെ അള്ളാഹു അവിടെ വെച്ചിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ലക്ഷ്യം അടയാളങ്ങളാണ്. ആ നക്ഷത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കരയിലൂടെയോ കടലിലൂടെയോ യാത്ര പോകുന്ന ഒരാൾക്ക് തന്റെ ദിശ മനസ്സിലാക്കാം. അയാൾക്ക് നേരായ, അയാൾ ഉദ്ദേശിക്കുന്ന റൈറ്റ് വേ, വഴി എന്താണ്, ഡയറക്ഷൻ എന്താണ്, ഇത് കണ്ടെത്താം. ഈ 3 ലക്ഷ്യമാണ് അതിന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഫമൻ തഅവ്വല ഫീഹ, ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യം ഒരാൾ വ്യാഖ്യാനിച്ച് ജൽപ്പിച്ചുണ്ടാക്കിയാൽ, ആ നക്ഷത്രം അവിടെ വന്നാൽ ഇവിടെ മഴ ലഭിക്കും, ആ നക്ഷത്രം അവിടെ ഉദിച്ചാൽ ഇവിടെ വരൾച്ച വരും, ആ നക്ഷത്രം അവിടെ ഉദിച്ചാൽ ഇവിടെ എപ്പിഡമിക് വരും, ആ നക്ഷത്രം ആ രാശിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീരിയഡിൽ ജനിക്കുന്ന കുട്ടികൾ മുഴുവനും മുടിയും, ആ നക്ഷത്രം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ആരൊക്കെ പ്രസവിക്കപ്പെട്ടുവോ ആ കുട്ടികളൊക്കെ വലിയ ഐശ്വര്യവാന്മാരും ജീവിത വിജയികളുമാകും. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വല്ലതും, ഈ ഇനത്തിൽപ്പെട്ട വല്ല വ്യാഖ്യാനവും ഒരാൾ പറഞ്ഞാൽ അയാൾ വലിയ അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്നു. അയാളുടെ നസീബ്, ആ നസീബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖലാഖുഹു ഫിൽ ആഖിറ, ഖലാഖുഹു ഫിൽ ആഖിറ, പരലോകത്തിൽ അയാൾക്കൊരു വിഹിതവും ഉണ്ടായിരിക്കില്ല. അയാൾ കുഫറിലേക്കാണ് ചെന്നുപെട്ടിട്ടുള്ളത്. അയാളുടെ വിഹിതം അയാൾ പാഴാക്കി. വകല്ലഫ മാ ലാ ഇൽമ ലഹു ബിഹി, അയാൾ തനിക്ക് ഇൽമ ലഭിച്ചിട്ടില്ലാത്ത ഒരു കാര്യം സ്വമേധയാ ചമച്ചുണ്ടാക്കി. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ കല്ലഫാവാം, തക്കല്ലഫാകാം. തക്കല്ലഫാന്ന് ചില ലഫ്ളുകളിലുണ്ടെങ്കിൽ അഹ്സൻ. ഇനി കല്ലഫയാണെങ്കിൽ തന്നെയും കല്ലഫ നഫ്സഹു എന്നത് അവിടെ മഫ്ഹൂമാണ്. അതുകൊണ്ട് തന്നെ വകല്ലഫ മാ ലാ ഇൽമ ലഹു ബിഹി, അതിന് ഒരു രേഖയും ഒരു ഇൽമും ഇറക്കിയിട്ടില്ല. ലാ ഫീ കിതാബ് വലാ ഫീ സുന്നah. എന്നിരിക്കെ അയാൾ സ്വന്തം അയാളുടെ വ്യാഖ്യാനങ്ങൾ അയാൾ ചമച്ചുണ്ടാക്കിയവനായി പരലോകത്ത് അള്ളാഹു അയാൾക്കൊരു വിഹിതവും പിന്നെ എടുത്തുവെക്കില്ല, അതയാൾ പാഴാക്കിക്കളഞ്ഞു. ഇത്രയും വാക്ക് ഖതാദയുടേതാണ്. ഇൻതഹാ ഖൗലു ഖതാദ റഹിമഹുല്ലാഹ്. അപ്പൊ ആകാശലോകത്ത് നക്ഷത്രങ്ങളെ അള്ളാഹു എന്തിനാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള കാരണങ്ങൾ 3 ആ 3 കാരണങ്ങളെ നമ്മൾ വിശ്വസിക്കാനും പറയാനും പാടുള്ളൂ. ഒന്നാമത്തേത് സീനത്തൽ ലിസ്സമ, രണ്ടാമത്തേത് റുജൂമൻ ലിശ്ശയാത്തീൻ, മൂന്നാമത്തേത് അലാമാത്തിൻ യുഹ്തദാ ബിഹാ, ആകാശത്തിനുള്ള അലങ്കാരമാണ്. അതുപോലെ തന്നെ പിശാചുക്കളെ എറിഞ്ഞു തുരത്താൻ വേണ്ടിയാണ്. മൂന്നാമത്തേത് കടലിലൂടെയും കരയിലൂടെയും ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അതുപയോഗിച്ചുകൊണ്ട് ദിശ മനസ്സിലാക്കി നേർവഴിക്ക് പോകാൻ വേണ്ടിയാണ്. ഇതല്ലാത്ത മറ്റു ലക്ഷ്യങ്ങൾ ഒരാൾ സ്വയം ജൽപ്പിച്ചുണ്ടാക്കി വ്യാഖ്യാനിച്ചു പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ ചെയ്തിട്ടുള്ളത് വലിയ അബദ്ധം ചെയ്തു. പരലോകത്ത് അയാൾക്കുള്ള വിഹിതം അയാൾ തന്നെ പാഴാക്കിക്കളഞ്ഞു എന്നല്ല, അയാൾക്ക് ഇൽമില്ലാത്ത, രേഖ കിട്ടിയിട്ടില്ലാത്ത വിഷയത്തിൽ അയാൾ കളവ് ചമച്ചുണ്ടാക്കി പറയുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യത്തിനുള്ള തെളിവെന്താണ്? അതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പറഞ്ഞു, വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയാ ബിമസാബീഹ്. സൂറത്ത് അൽ മുൽക്കിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒന്നാമത്തെ ആകാശം, ആ ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു ബിമസാബീഹ്, വിളക്കുകൾ കൊണ്ട്, നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ കൊണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യത്തിന് തെളിവ് വന്നു. രണ്ടാമത്തെ കാര്യത്തിനുള്ള തെളിവ്, ആ നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ
അത് അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല, അവയെ അള്ളാഹു പിശാചുക്കളെ തുരത്തുന്നതിനുള്ള റുജൂമുകളാക്കി, തുരത്താനുള്ള, എറിഞ്ഞു തുരത്താനുള്ള റുജൂമുകളാക്കി അള്ളാഹു വെക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ട് കാര്യം അവിടെ സൂറത്തുൽ മുൽക്കിലുള്ള ഒറ്റ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവ് കിട്ടി. ഇനി മൂന്നാമത്തേത്, കടലിലൂടെയോ കരയിലൂടെയോ സഞ്ചരിക്കുമ്പോൾ ദിശ മനസ്സിലാക്കി വഴി തെറ്റാതെ പോകാൻ അള്ളാഹു അടയാളമാക്കി വെച്ചു എന്നതിനുള്ള തെളിവ് സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅൽഖാ ഫിൽ അർദി റവാസി അൻ തമീദ ബികും വഅൻഹാറൻ വസുബുല ലഅല്ലകും തഹ്തദൂൻ വഅലാമാത്തിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ. അതുപോലെ തന്നെ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ ചില അടയാളങ്ങൾ യാത്ര പോകുന്ന ആളുകൾക്ക് വഴി തെറ്റാതെ ദിശ മനസ്സിലാക്കാൻ അടയാളം വെച്ചിട്ടുണ്ട്. ഭൂമിയിലെ ചില അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വഅലാമാത്തിൻ, അടയാളങ്ങളായിട്ട്, വബിന്നജ്മി ഹും യഹ്തദൂൻ, ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ കൊണ്ടവര് ദിശ തെറ്റാതെ നേർവഴിക്കവർ പോകുന്നു, അതിനുള്ള അടയാളമായിട്ട് കൂടിയാണ്. അപ്പൊ മൂന്നാമത്തേലും കിട്ടി. അത് കടൽ യാത്ര നടത്തുന്ന അതിന്റെ അത്തരം കാര്യങ്ങൾ ഞാൻ പറയാതെ എന്നെക്കാൾ നന്നായി ബോധ്യമുള്ള, നന്നായി അറിവുള്ള നിങ്ങളോട് ആ കാര്യത്തിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അഥവാ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ അസർ മുസ്തമിദ് മിൻ കിതാബില്ലാഹി തബാറക വ തആല, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ചതാ, അല്ലാതെ അദ്ദേഹത്തിന്റെ റഅയ് അല്ല എന്നർത്ഥം. അദ്ദേഹത്തിന്റെ യുക്തി കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലല്ല, അത് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് വകരിഹ ഖതാദ, എന്നാൽ ഇത് പറയുമ്പോ കാര്യങ്ങളൊന്ന് വേർതിരിക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നയുടെ പ്രത്യേകത അതാണ്, അവര് ലൈസു അഹ്ല ഇജ്മാൽ വഹും അഹ്ലു തഫ്സീൽ. അഹ്ലുസുന്നയുടെ മൻഹജാണ്, അഹ്ലുസുന്നയുടെ മൻഹജാണ്. മൊത്തത്തിൽ വല്ല കാര്യം ചുരുക്കി പറഞ്ഞുകാണ്ട് രക്ഷപ്പെട്ടു പോകുക, കൺഫ്യൂഷൻ ബാക്കി നിർത്തുക, അത് അഹ്ലുസുന്നന്റെ രീതിയല്ല. അഹ്ലുസുന്ന അഹ്ലു തഫ്സീൽ. ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കറുപ്പ് കറുപ്പും വെളുപ്പ് വെളുപ്പുമായിട്ട് ഇരട്ട് വേർതിരിച്ച് പറയുന്നവരാണ്, വിശദീകരിച്ച് പറയും. അതിന്റെ ഹുക്മ് പറയും, അതിന്റെ ദലീല് പറയും. അല്ലാതെ തഫ്സീലില്ലാതെ ഒരു കാര്യം മൊത്തത്തിൽ പറഞ്ഞു പോകില്ല. അപ്പൊ നക്ഷത്രവുമായി അതുപോലെ തന്നെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്നും നമുക്ക് പറ്റില്ലേ? അതിൽ വകരിഹ ഖതാദതു തഅല്ലുമ മനാസിലിൽ ഖമർ. ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം കറാഹത്തായിട്ടാണ് കണ്ടത്. തഅല്ലുമ മനാസിലിൽ ഖമർ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനം. മനാസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറന്റ് ഫേസസ് ഓഫ് ദ മൂൺ. ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ആദ്യം ബാലചന്ദ്രനായിട്ട് പിറക്കുന്നു, 10-14 ദിവസം കൊണ്ട് അത് വർദ്ധിച്ചു 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 വന്ന് പൂർണ്ണചന്ദ്രൻ പൗർണമിയായിത്തീരുന്നു. തുടർന്നുള്ള 10-14 ദിവസം കൊണ്ട് ക്ഷയിച്ച് 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 ക്ഷയിച്ചില്ലാതായിത്തീരുന്നു. ഇതാണല്ലോ ഒരു ചന്ദ്രമാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, അതിന്റെ വിവിധ ഫേസസ്. ഈ മനാസിലുകൾ നോക്കുകയും കണക്കാക്കുകയും ഒക്കെ ചെയ്യുന്നത് പാടുണ്ടോ? അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, ഏത് നക്ഷത്രമാണ്, അത് ഏത് സമയത്താണ് ഉദിക്കുന്നത്, അവയുടെ ചലനവുമായി ബന്ധപ്പെട്ടത്. ഇന്ന നക്ഷത്രം ഇന്നയിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ രാത്രി അർദ്ധരാത്രിയായിട്ടുണ്ട്, ഇന്ന നക്ഷത്രം ഇന്നയിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നേരം പുലരാനായിട്ടുണ്ട് എന്നിത്യാദി അവയുടെ സഞ്ചാര പദങ്ങൾ നോക്കുന്നത് തെറ്റാണോ? ഖതാദ പറയുന്നു അത് കറാഹത്താണ്. വലം യുറഖിസ് ഇബ്നു ഉയൈന ഫീഹി, അദ്ദേഹം മാത്രമല്ല ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല അദ്ദേഹവും അത് പഠിക്കുന്നത് വിട്ടുവീഴ്ചയല്ല, അത് പഠിക്കാൻ പോകരുത് എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യത്തെ നമ്മൾ സാധാരണ ജ്യോതിഷത്തിൽ ഉൾപ്പെടുത്തൂല. ഇതിനെ നമ്മൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്, ആസ്ട്രോണമി, അതിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആസ്ട്രോളജി വേറെ, ആസ്ട്രോണമി വേറെ. അഹ്ലുസുന്നത്തിന്റെ അടുക്കൽ ആ വിഷയങ്ങൾ രണ്ടും വകതിരിച്ച് തന്നെ കാണും. പക്ഷേ ആസ്ട്രോണമിയുടെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത് ചന്ദ്രന്റെ ചലനങ്ങൾ, അവയുടെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയ ഘട്ടങ്ങൾ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ, അവയുടെ ഉദയങ്ങൾ, അവയുടെ അസ്തമയങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ അത് പഠിക്കാൻ പറ്റുമോ? അത് നേരത്തെ പറഞ്ഞ തെഞ്ചീമിൽ പെടുമോ?
അത് പഠിക്കരുത്, കറാഹത്താണ്. കാരണം അതിൽ നിന്ന് മറ്റതിലേക്ക് പിന്നെ പോകാം, അതിലേക്കുള്ളൊരു വഴിയാണെന്ന തരത്തിൽ ഖതാദ പാടില്ല, കറാഹത്താണെന്ന് പറഞ്ഞു. ഇബ്നു ഉയൈന അതിൽ റുഖ്സ നൽകിയിട്ടില്ല, വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് ഇബ്നു ഉയൈനയും. ലക്കറഹു ഹർബുൻ അൻഹുമാ, ഹർബ് ഖതാദയിൽ നിന്ന് ഈ അഭിപ്രായം, അതുപോലെ തന്നെ ഇബ്നു ഉയൈനയിൽ നിന്ന് ഈ അഭിപ്രായം റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ്, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. അഥവാ ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെയോ ചലനങ്ങൾ പഠിക്കുന്നത് ആസ്ട്രോണമിയുടെ പരിധിയിൽപ്പെടുന്ന, ജ്യോതിശാസ്ത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ഇബ്നു ഉയൈന അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖതാദ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറിച്ച് അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്ത് ആധികാരികമായ പണ്ഡിതന്മാർ തന്നെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. വറഖസ ഫീ തഅല്ലുമിൽ മനാസിലി അഹ്മദു വഇസ്ഹാഖ്. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ പഠിക്കുന്നത്, ചലനങ്ങൾ പഠിക്കുന്നത്, അഥവാ ഈ കാര്യം ആസ്ട്രോണമിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിൽ റുഖ്സ നൽകിയിട്ടുണ്ട്. ആവാം, ആവശ്യത്തിനു മാത്രം അതാവാം എന്ന് റുഖ്സ കൊടുത്തിട്ടുണ്ട് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം സുന്ന. അതുപോലെ തന്നെ ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം റാഹൂയ, ഇസ്ഹാഖ് ഇബ്നു റാഹൂയയും അത് വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടുണ്ട്, ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായി? അത്തൻജീം എന്ന് പറയുന്നത് നജ്മുമായി ബന്ധപ്പെട്ട, നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട, രാശിയുമായി ബന്ധപ്പെട്ട, ഗോളങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യത്തെ രണ്ടാക്കി നമ്മൾ തിരിക്കേണ്ടി വരും. ഒന്ന് ഇൽമുത് തഅ്സീർ, മറ്റൊന്ന് ഇൽമുത് തസ്യീർ എന്നാണ് അറബി പറയുന്നത്. ഒന്ന് ഇൽമുത് തഅ്സീർ, ആ നക്ഷത്രങ്ങളും അവിടെയുള്ള രാശികളും കീഴ്ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഇവിടെയുള്ള എല്ലാ മാറ്റങ്ങൾക്കും കാരണം ആ നക്ഷത്രമാണ്, ഈ നക്ഷത്രമാണ്, അത് ഉദിച്ചതാണ്, അത് അസ്തമിച്ചതാണ്, ആ രാശിയാണ് എന്ന് പറയുന്നതാണ് ഇൽമുത് തഅ്സീർ അഥവാ ആസ്ട്രോളജി, ജ്യോതിഷം. അത് തീർത്തും പാടില്ലാത്തതും അത് സിഹറിന്റെ ഇനവും അതൊരാൾ ചെയ്താൽ അല്ലാഹു നസീബഹു ഫിൽ ആഖിറ, പരലോകത്തിൽ അയാൾക്ക് യാതൊരു വിഹിതവും ഇല്ലാത്തടത്തേക്ക് പോകും. രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്, അതെന്താണ്? ഇൽമുത് തസ്യീർ. സാറ ചലിച്ചു, സഞ്ചരിച്ചു, സയ്യറ ചലിപ്പിച്ചു. ഇൽമുത് തസ്യീർ, ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഇവയുടെ ചലനം, അവയുടെ മൂവ്മെന്റ്സ്, അത് പഠിക്കുന്ന പഠനം. അതാണെങ്കിൽ ആവശ്യത്തിന് മാത്രം, അതിന് വിടാൻ പാടില്ല. കാരണം അതൊക്കെ ഏതിൽപ്പെട്ടതാണ്? അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫളിൽപ്പെട്ടതാണ്. അത്യാവശ്യം കഴിഞ്ഞ് പിന്നെ വരുന്ന കാര്യമാണ്. ശരിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു സലാസത്തുൻ, ശരിക്കുള്ള ഇൽമ് മൂന്നെണ്ണാണ്. ഒന്ന് ആയത്തുൻ മുഹ്കമ ഔ സുന്നത്തുൻ ഖായിമ ഔ ഫരീളത്തുൻ ആദില. ഈ മൂന്ന് കാര്യമാണ്. പ്രബലമായ വചനങ്ങൾ ഖുർആനിൽ വന്നിട്ടുള്ള, അന്ന് ഇറക്കിയിട്ടുള്ള, ഇന്ന് പ്രാബല്യത്തിലിരിക്കുന്ന ഖുർആന്റെ വചനങ്ങൾ, അത് പഠിക്കുക, അതാണ് ഇൽമ്. രണ്ടാമത്തേത് സുന്നത്തുൻ ഖായിമ. ഒരുപാട് അമ്പിയാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവർക്കൊക്കെ അവരുടെ ചര്യകളും സാൻമാർഗിക നിർദ്ദേശങ്ങളുമുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇന്ന് നിലനിൽക്കുന്ന ഖായിമത്തായ സുന്നത്ത്, സുന്നത്തു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സുന്നത്ത്, അത് ഇൽമാണ്. ഔ ഫരീളത്തുൻ ആദില, അതല്ലെങ്കിൽ ഇത് രണ്ടിൽ നിന്നും, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഫരീളത്തുൻ ആദില. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് അനന്തരാവകാശികളിൽ നീതിപൂർവകമായി എങ്ങനെ വീതിക്കണം എന്ന് പറയുന്ന ന്യായക്രമത്തെ സംബന്ധിച്ചുള്ള അറിവാണ്. അത് അതിൽ തന്നെ പെട്ടതാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണത് പ്രത്യേകം വകുപ്പാക്കി പറയുന്നത്? അതിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ആ കാര്യം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സിവാ ദാലിക ഫഹുവ ഫള്, ഇതല്ലാത്തത് ഫളാണ്. അത്യാവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ള, അത്യാവശ്യത്തിന് മീതുള്ള കാര്യമാണ്. ഫുളൂലുകൾ, അത്യാവശ്യത്തിന് മീതുള്ള കാര്യങ്ങൾ, നമുക്കതിൽ ഒരു മസ്ലഹത്തുണ്ടെങ്കിൽ അപ്പർ ലേശാകാം, അതിന് തഅമ്മുഖ് പാടില്ല എന്ന് മാത്രം. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കുറച്ച് എക്സർസൈസ് ചെയ്തു. രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന്റെ മുമ്പ് എക്സർസൈസ് ചെയ്യണമെന്നാണ് ഇവർ പറയും.
അങ്ങനെ കുറെ ആൾക്കാരെ ഡോക്ടർമാർ അങ്ങനെ വണ്ടി കയറ്റി വിട്ടിട്ട് രാവിലെ കാണങ്ങനെ ഫുള്ള് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ ഓടുന്നത്. എല്ലാം ഇരിക്കാനുള്ള ചില ആൾക്കാരുണ്ട്, രാവിലെ നല്ലോ ഭക്ഷണം കഴിക്കും, നടക്കാനുള്ള കരുത്തിട്ടാൻ വേണ്ടി ചെന്നിട്ട് അവർ നടത്തി പോണ കുറെ ആൾക്കാർ. ആരോഗ്യം വരും നടത്തി വരും. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു എക്സർസൈസിന് വേണ്ടിയിട്ട് മാത്രം ലക്ഷങ്ങൾ ചെലവാക്കി അതിനാണ് അയാൾ ജീവിക്കുന്നത്. ഇനി നാളെ രാവിലെ ആകാൻ വേണ്ടി അയാൾ കാത്തിരിക്കണം, രാവിലെ ഇറങ്ങി ഇറക്കാൻ വേണ്ടി. ഇത് ശരിക്കും ഫضലാണ്. എപ്പോഴെങ്കിലും അയാൾക്ക് രാവിലെ പ്രത്യേകിച്ച് സുബഹംസ്കാരം കഴിഞ്ഞു, ദിക്റുകൾ ചൊല്ലി, അത്യാവശ്യം ഖുർആൻ പാരായണം ചെയ്തു, അതുപോലെ തന്നെ അസ്കാർ സ്വബാഹ് അയാൾ ചെല്ലുന്നുണ്ട്. ആ നേരത്ത് വേറെ ഒരു സഹോദരനുണ്ട്, അപ്പൊ കുറച്ചൊന്ന് നടന്നു. അദ്ദേഹത്തിന് ശരീരത്തിനുള്ള ലിയാഖത്ത് കിട്ടാൻ വേണ്ടി, സ്മാർട്ട്നെസ്സിന് വേണ്ടി കുറച്ച് നടന്നു. ഇത് ഫضലാണെങ്കിലും ഒരു ചെറിയ പരിധിയിൽ അനുവദിക്കപ്പെടും. പക്ഷെ അതിന് തഅമ്മുഖ് നടത്തിയാലോ അതിനെന്താണ്? ഇത് അയഞ്ഞപ്പ വാങ്ങിയതാണ്, അത് 1.5 ലക്ഷം റുപ്യാണ്. അത് ഫിറ്റ്നസ് സെന്ററിൽ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്നതാണ്. തഅമ്മുഖാണ്. ഫുളൂലിയാത്തുകളിൽ തഅമ്മുഖ് പറ്റൂല. ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചത്ത വാട്സപ്പ്. ഫുൾ ആളുകൾ അതിലാണ്, എന്ത് നടക്കുമ്പോഴും വാട്സപ്പ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ ദർശനമൊന്നും കാണൂല. നേരെ മറിച്ച് നിങ്ങളൊരു മതപ്രഭാഷണം നടക്കുന്നിടത്ത് പോയിക്കൊണ്ടാണ് മുന്നിലിരുന്നിട്ട് വാട്സപ്പ് അടിക്കുന്ന ആൾക്കാരുണ്ട്. ഫുൾ അതിലെ തഅമ്മുഖാണ്. അതിന് ചെറിയ ഉപകാരമുണ്ട്, ശരിയാണ്. ചില മെസ്സേജുകൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം. നമ്മുടെ ഒരു മസ്ലഹത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പിന്നെ അതിന് അഡിക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്. ഇത് ഫുദൂലിൽപ്പെട്ടതാണ്. എന്നതുപോലെ ഇൽമുമാക്കിയുള്ള പല കാര്യങ്ങളും ചിലര് പിന്നെ അതാണ്ട് പഠിച്ചു പോയാൽ, ഓരോ കാര്യങ്ങളോട് പഠിച്ചു പോയാൽ അതിലങ്ങട്ട് ഡോക്ടറേറ്റ്, പോസ്റ്റ് ഡോക്ടറേറ്റ്, ഇങ്ങനെ അത് അഹമായ കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റും. എക്കണോമിക്സിൽ അവസാനം ഡോക്ടറേറ്റ് എടുത്തു, പിന്നെ മൂപ്പര് ഓരോ മാസത്തിലും ഓരോ പേപ്പർ അവതരിപ്പിക്കും. ഒന്ന് മാഞ്ചസ്റ്ററിൽ പോയിട്ട്, ഒന്ന് അവിടെ പോയിട്ട്, ഒന്ന് അമേരിക്കയിൽ പോയിട്ട്, ഒന്ന് ഓസ്ട്രേലിയയിൽ പോയിട്ട്, ഫുള്ള് ഇതിന് പോണ അയാൾ അള്ള പഠിച്ചത് എന്തിനാന്നുള്ള അർത്ഥം മറന്നു. അതാണ് കാരണത്തിന്റെ ദോഷം. ഫുദൂലിപ്പോ അയാൾക്കൊരു മാസ്റ്റേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു PhD എടുക്കാം, അയാൾക്കൊരു ജോലി അതുകൊണ്ട് നേടാം. ആ ജോലി കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലോ മറ്റേതെങ്കിലും അനുയോജ്യമായ ഡിപ്പാർട്ട്മെന്റ് എവിടെയെങ്കിലും ജോലി ചെയ്ത് ആളാളുടെ മഴയത്ത് അതൊക്കെ അനുവദിക്കപ്പെടും. പക്ഷെ അതന്നെ അയാൾക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു പാഷനാണ്, ഒരു അഡിക്ഷനാണ്. തഅമ്മുഖ് പാടില്ല. അതുകൊണ്ട് തന്നെ ഇൽമു തഫ്സീർ എന്ന് പറഞ്ഞ രണ്ടാമത്തേത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ അത്യാവശ്യത്തിന് മാത്രം അതാകാം. അത് മിനൽ ഫുദൂൽ വമാ സിവാ ദാലിക ഫഹുവ ഫളൽ എന്ന ഗണത്തിൽപ്പെട്ട ഇൽമാണ്, വിജ്ഞാന ശാഖയാണ്. ആ വിജ്ഞാന ശാഖയിൽപ്പെട്ടത് നമ്മുടെ അത്യാവശ്യത്തിന് മാത്രമാകാം ബിദൂനി തഅമ്മുഖ്. പക്ഷെ അതിലെന്ത് ചെയ്യാൻ പാടില്ല, അതിലയാൾ ഇദ്റാഖ് നടത്താൻ മുഴുകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ റുഖ്സ നൽകിയതാണ്. പദപ്രയോഗം നോക്കൂ. വറഖസ ഫീ തഅല്ലുമിൽ മനാസിലി അഹ്മദ് ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി. അതുപോലെ തന്നെ ഇസ്ഹാഖ് എന്ന് പറയുന്നത് ഇമാം അഹ്മദിനെ പോലത്തെ ഇമാമാണ്, ഇമാമു സുന്ന. ഇമാം അഹ്മദ് തന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് മിൻ അഇമ്മത്തുൽ മുസ്ലിമീൻ എന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല അദ്ദേഹം ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാമാണ് ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അബൂ ഹൻസല അന്നൈസാബൂരി ഇബ്നു റാഹൂയ അന്നൈസാബൂരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു അതിൽ റുഖ്സത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രം ചെയ്യാം, തഅമ്മുഖ് നടത്താൻ പാടില്ല. അഹ്ലുസുന്നത്തിന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. വേറെ ഏത് ടീമാണെങ്കിലും എതിരഭിപ്രായം എല്ലാം മറിച്ചു. ഇവിടെ എതിരഭിപ്രായം മറിച്ചിക്കല്ല ചെയ്തു. എതിരഭിപ്രായം ആദ്യം പറഞ്ഞ് ഉദ്ധരിച്ചത് ഏതാണ്? ഇബ്നു ഉയൈന പാടില്ല എന്നാണ് പറഞ്ഞത്. ഖതാദ അത് കറാഹത്താണ് എന്ന് പറഞ്ഞു. അഹ്ലുസുന്ന അവര് ഇൽമിയായ മസലകൾ തഖ്രീർ ചെയ്യുമ്പോൾ യഖൂലൂന മാ ലഹും വമാ അലൈഹിം, അവർക്ക് അനുകൂലമായത് പറയും, അവർക്ക് പ്രതികൂലമായത് പറയും. അത് അഹ്ലുസുന്നയുടെ അടുക്കൽ മാത്രം. കാരണം അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നീതിമാന്മാരാണ്. അവർക്കതിൽ തഅസ്സുബ് ഉണ്ടാവില്ല. ഒരു മസ്അല ഖിലാഫിയ്യത്താണെങ്കിൽ ഹാദിഹി മസ്അല ഖിലാഫിയ്യ വഫീഹി ഖൗലാനി ലിൽഅഇമ്മ അൽഖൗലുൽ അവ്വലു ഹാകദാ വഹാകദാ വഹാകദാ വദലായിലുഹു കദാ വകദാ വകദാ. ഓല് പറയും ഇതിൽ 2 ഖൗലുണ്ട്, ഇതിലുള്ള തെളിവിന്നതാണ്, മറ്റേ ഖൗലുണ്ട്, ഇന്ന തെളിവാണ്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയത് ചെയ്തോളി എന്ന് പറയില്ല.
ഇതില് റാജിഹായ ഖൗലിൻ്റെത് ഇന്ന കാരണത്താൽ. അവാമിലു തർജീഹ്, ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു ഖൗലിന് പ്രാമുഖ്യം നൽകുന്നതിന് ന്യായമായ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അനുസരിച്ച് പ്രാമുഖ്യം നൽകാനുള്ള ഘടകങ്ങൾ അതവിടെ വേണ്ടതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇന്ന കാരണത്താൽ ഈ ഖൗല് മർജൂഹാണ്, ഈ ഖൗല് റാജിഹാണ്, അതിന്റെ ഒപ്പം നിർദ്ദേശിക്കും. എന്നാൽ മറ്റേ ഖൗല് അത് മസ്അല ഖിലാഫിയ്യത്താണെങ്കിൽ തെറ്റാണ് എന്ന് പറയും. അത് ചെയ്ത ആളുകളെ അധിക്ഷേപിക്കുവാൻ, തബ്ദീഅ ചെയ്യുവാൻ അവരാളുകളല്ലെന്നാണ്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് മസ്അല ഖിലാഫിയ്യ, ഈ വിഷയത്തിൽ ഖിലാഫുണ്ട്, ഖത്താദ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഉയൈന പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ല, അത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇസ്ഹാഖ് ഇബ്നു റാഹൂയ പറഞ്ഞിട്ടുണ്ട്, അതിൽ റുഖ്സ പറഞ്ഞിട്ടുണ്ട്. അത് വമാ സിവാ ദാലിക ഫഹുവ ഫദ്ലുൻ എന്നതിൽപ്പെട്ടതാണ്. ഇൽമു തസ്യീർ മാത്രം. ഞാൻ പറഞ്ഞ ആ ട്രീ മറന്നിട്ട് ആ തെൻജീമിന് മൊത്തം അങ്ങനെ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത്. തെൻജീം താഴത്തേക്ക് വരുമ്പോ രണ്ടാകും. ഒന്ന് ജ്യോതിഷമായി ഇൽമു തസ്യീറായിട്ട് പോകും, മറ്റൊന്ന് ജ്യോതിശാസ്ത്രമായിട്ട് അഥവാ ഇൽമു തസ്യീറായിട്ട് പോകും. ജ്യോതിഷം തീരെ പാടില്ലാത്തത് ഇൽമു തസ്യീർ വമാ സിവാ ദാലിക ഫഹുവ ഫദ്ൽ എന്ന് പറഞ്ഞ ഇനത്തിലാണ്. അത് നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം ആകാവുന്നതുമാണ്. അതിന് ശേഷം وعن أبي موسى رضي الله عنه قال أبو موسى وهو الصحابي الجليل عبد الله بن قيس الأشعري رضي الله عنه. أبو موسى الأشعري അദ്ദേഹം പറഞ്ഞു قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സലാസത്തു, മൂന്ന് വിഭാഗം ആളുകൾ, ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മൂന്ന് വിഭാഗം ആളുകൾ ലാ യദ്ഖുലൂനൽ ജന്ന, സലാസത്തു ലാ യദ്ഖുലൂനൽ ജന്ന. ആരാണ് ഈ മൂന്ന് വിഭാഗം? ഒന്ന് മുദ്മിനുൽ ഖംർ, മദ്യത്തിന് അഡിക്റ്റായി പോയിട്ടുള്ളവൻ. മുദ്മിൻ എന്ന് പറഞ്ഞാൽ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിക്കാണ് പറയാ. അഡിക്ഷൻ പറയാ ഇദ്മാൻ എന്നാ. തെളിയില്ല, ഫുള്ള് രാവിലെ എഴുന്നേറ്റ് കുടിച്ച് അത് എണീക്കണ തന്നെ കുടിക്കാനാണ്. പിന്നെ അതിന്റെ ഏതാണ്ട് ഇങ്ങനെ വിടുമ്പത്തിന് രണ്ടാമത് കുടിച്ച് അതിങ്ങനെ വിടുന്ന മൂന്നാമത്തത് കുടിച്ചു. ഇങ്ങനെ മുദ്മിൻ ഖംർ ആണ് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വഖാത്തിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ, സിഹറുണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല. ഒരു സാഹിർ പറഞ്ഞത് അത് ശരിയാണ് എന്ന് അയാൾക്ക് കേൾക്കാൻ പോയാൽ തന്നെ 40 ദിവസത്തെ നിസ്കാരം പോയി. അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് അയാൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി അയാൾ ആക്ട് ചെയ്യുകയും ചെയ്താൽ അയാൾ കാഫിറുമായി പോയി. ആ സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് നജ്ം, തൻജീം, ജ്യോതിഷം. ഇന്ന നക്ഷത്രമാണ് ഉദിച്ചത്, ആ നക്ഷത്രത്തിലാണ് നിന്റെ ഭാര്യ പ്രസവിച്ചത്, അതുകൊണ്ട് ഈ കുട്ടി അവിട്ടം നാളിലാണ് പിറന്നത്, അവൻ തവിട്ടിലും നേടിയിരിക്കുന്നു എന്നവർ പറഞ്ഞു തന്നു. ശരിയാണ്, വിശ്വസിച്ചു. അതാണ് തസ്ദീഖും ബിസ്സിഹറോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ, ഇതില് ഒന്ന് കുഫറിലേക്ക് എത്തിയിട്ടുള്ളതാണ് അവസാനം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞിട്ടുള്ളതും കബായിറിൽപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നും രണ്ടും കബായിറിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഒന്നും രണ്ടും കബായിറിൽപ്പെട്ടതാണ്. മൂന്നാമത്തേത് കുഫർ എന്ന് തന്നെ പറയപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പൊ എങ്ങനെയാണ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഈ നസ്സിനെ സമീപിക്കേണ്ടത്? എന്താ നമ്മൾ ബന്ധം? ഇത് ഈ നസ്സു വഈദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ള വഈദിന്റെ നസ്സാണ്. വഈദിന്റെ നസ്സിനെ കുറിച്ച് 2 ഖൗലുകളാണ് ഇമാമിയങ്ങൾ പറഞ്ഞു തന്നത്. അമിർറൂഹാ കമാ ജഅത്, എങ്ങനെയാണോ ആ വഈദ് വന്നത് ആ വഈദിൽ പറഞ്ഞ അതേ രൂപത്തിൽ നിങ്ങൾ അതിനെ സ്വീകരിച്ചാൽ മതി. അതിനെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ്ട, അനലൈസ് ചെയ്യാൻ പോണ്ട. ഇതാണ് ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ലാഹു തആലയിൽ നിന്ന്, അതുപോലെ തന്നെ സുഫിയാനിൽ നിന്ന് ഒക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. വഈദിന്റെ വചനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പോകരുത്, വന്ന അതേ രൂപത്തിൽ അങ്ങ് സ്വീകരിക്കണം. എന്നാൽ അബൂബക്കർ ബിൻ ഇസ്ഹാഖ് ബിൻ ഹുസൈമ റഹിമഹുല്ലാഹു തആല ഒന്നുകൂടി മനോഹരമായി പറഞ്ഞു, ഇവ വഅദിന്റെയും വഈദിന്റെയും വചനങ്ങൾ, അല്ലാഹ് പ്രതിഫലമില്ലവർക്കുണ്ട് എന്ന് പറയുന്ന വഅദിന്റെ വാക്കുകൾ, അല്ലാഹു ഇന്ന ശിക്ഷയുണ്ടായിരിക്കുമെന്ന് താക്കീത് ചെയ്തിട്ടുള്ള വഈദിന്റെ വചനങ്ങൾ, അത് കസ്സഹ്റ, അത് പൂമൊട്ടുകളാണ്, പൂക്കളാണ്.
ഇലാ ലുമിസത്ത് ദബുലത്, അതിനെ നിങ്ങൾ സ്പർശിക്കരുത്, തൊട്ടു പോകരുത്. തൊട്ടാൽ അത് വാടും, അതിന്റെ സൗന്ദര്യം പോകും. അത് വന്ന അതേ രൂപത്തിൽ. അതുകൊണ്ട് ഈ പറഞ്ഞത് ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കുക. അല്ല ആചാറാണ്, അതങ്ങിട്ടാണ്, അത് ഇങ്ങിട്ടാണ്, അതിലേക്ക് പോകണ്ട. അല്ല പുതുമിനഹം, കള്ളല്ലേ കുടിച്ചിട്ടുള്ളൂ, അതങ്ങിട്ട് ഇതിങ്ങിട്ട്. അവിടെ സ്വർഗത്തില് ആള് പിന്നെ ഒരിക്കലും ജന്നാറ ഒരിക്കലും തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് തെറ്റുകൾക്ക് ഒരു പ്രോത്സാഹനമാകുന്ന വിധത്തിൽ വഴീദിന്റെ ആയത്തുകളെ നിങ്ങൾ സ്പർശിക്കാൻ പോകരുത്. രണ്ടെന്നാണ് നമ്മളെ മനഹജായിട്ട് ഉലമാക്കൾ പറഞ്ഞു ഞാൻ ഉദ്ധരിച്ചത്. ഒന്ന് ലഹറിയെ പോലെയുള്ള ഉലമാക്കൾ പറഞ്ഞു അമിർറൂഹ കമാ ജാഅത്, അമിർറൂഹ കമാ ജാഅത്. രണ്ടാമത്തേത് ഇബ്നു ഖുസൈമയുടെ ഖൗലാണ്, ഷാഹിദിന്റെയും വഈദിന്റെയും ആയാത്തുകൾ കസ്സഹറ ഇദാ ലുമിസത് ദബുലത്. അപ്പൊ തൻജീം എന്നുള്ള മസല നമ്മൾ തീർത്തു കഴിഞ്ഞു. തൻജീം എന്നുള്ള മസല നമ്മൾ തീർത്തു. തൻജീം പാടില്ലാത്തതാണ്. നക്ഷത്രങ്ങൾ പിന്നെ ആകാശത്ത് വിന്യസിപ്പിച്ചതിന് 3 കാര്യങ്ങളാണ് അള്ളാഹ് പറഞ്ഞത്. ഒന്ന് സീന, 2 റുജൂമൻ ലിശ്ശയാത്തീൻ, 3 അലാമാത് യുഹ്തദാ ബിഹാ. എന്നാൽ ഈ നക്ഷത്രങ്ങൾക്ക് ഇതല്ലാത്ത വേറെ ചില ധർമ്മങ്ങൾ ഒരാൾ വ്യാഖ്യാനിച്ച് അത് ഭൂലോകത്തെ കീഴ്ലോകത്തെ ക്ഷേമവും ക്ഷാമവും അവിടുത്തെ സ്ഥിതി പിന്നെ നിയന്ത്രിക്കുന്നത് അതാണ് എന്നൊരാൾ വ്യാഖ്യാനിച്ചാൽ ഇതൊക്കെയാണ് അതിന്റെ ദോഷം. പിന്നെ അതിന് ശേഷം ഈ തൻജീം എന്ന് പറയുന്നതിന് 2 എണ്ണമുണ്ട്. ഒന്ന് നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യന്റെയും ചലനങ്ങൾ നോക്കുന്ന ഒരു രൂപമുണ്ട്, ആസ്ട്രോണമി എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രം. മറ്റൊന്ന് ജ്യോതിഷം, ഇവിടുത്തെ തഫ്സീർ പറയുന്നത്. അത് രണ്ടിനെയും അഹ്ലുസുന്ന രണ്ടിനും തെങ്ങിനും കൗങ്ങിനും കൂടി ഒരു തളപ്പ് കെട്ടിയിട്ട് കയറുന്ന പരിപാടിയില്ല, ഇജ്മാലില്ല, തഫ്സീരേ ഉള്ളൂ. തൻജീം എന്ന് പറയുന്നതിന് ആസ്ട്രോണമി എന്ന് പറയുന്നത് അത് ഫضലായ എന്ന് പറഞ്ഞ ശ്രേഷ്ഠമായ എന്ന അർത്ഥത്തിലല്ല, അത്യാവശ്യത്തിൽ കവിഞ്ഞതിന്റെ ശേഷമുള്ള ഇൽമിൽപ്പെട്ട ഒരു ഇൽമാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തിൽ ആ അളവോളം മാത്രം പഠിക്കാം, തഅമ്മുഖ് പാടില്ല. എന്നാൽ ഇൽമു തഫ്സീർ, ആസ്ട്രോളജി, ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാൾ അത് പഠിച്ചാൽ, കൈകാര്യം ചെയ്താൽ അയാൾ സിഹറിന്റെ ഒരിനം കൈകാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് അതിന്റെ കാര്യം. അതിനാൽ ഇങ്ങനെ ഇതൊരാൾ സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന ആ വഈദിന്റെ ഹദീസ് കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഹാദാ വല്ലാഹു തആല അഅലം. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاك الله خيرا.